ആടിൻ്റെ തല വെട്ടിയിട്ട് ആ ചോര ഒലിക്കുന്ന തലയും പിടിച്ചിട്ട് അതിൻ്റെ കൂടെ ലീഗിൻ്റെ പച്ചക്കൊടി ഇത് അവിടെ പ്രചരിപ്പിക്കുന്നത് കേരളത്തിൽ പാകിസ്ഥാൻ അനുഭാവികൾ എന്നുള്ള രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. അല്ല, ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ലീഗിനെ ഒരു കാലത്ത് ഞങ്ങളൊക്കെ മൂരി ലീഗ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അതിനകത്ത് മൂലികളുടെ എണ്ണം കൂടുതലായിരുന്നു. ഇവരുദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ടുള്ള പോത്തിനെയും കൂടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ ചന്ദ്രികാപത്രത്തിലെ തലക്കെട്ടാണ് പോത്തുകൾ എത്തി തുടങ്ങി ലീഗ് സമ്മേളനത്തിന് തുടക്കം. മലയാളത്തിൽ ഉച്ചാരണ ശുദ്ധിയോടെ അക്ഷരസ്ഫുടതയോടെ ക്ഷ സ ഹ ഴ തുടങ്ങിയ അക്ഷരങ്ങൾ ഉച്ചരിക്കാനാവാത്തതിൻ്റെ അപ്പുറത്ത് പ്രസ്തുത അക്ഷരങ്ങൾ മലയാള ഭാഷയ്ക്കകത്ത് ഒഴിവാക്കണമെന്ന് പറയാൻ വരെ മടിക്കാത്തവരാണ് ഇവർ. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, നമ്മൾ ഈ അഫ്ഗാനിസ്ഥാനിലൊക്കെ ഈ ചില ആളുകളെയൊക്കെ ഇങ്ങനെ മുഖം മൂടിയിട്ട് തലവെട്ടുന്നൊക്കെ നമ്മൾ ഇങ്ങനെ വിഷ്വൽസായിട്ട് കണ്ടിട്ടുണ്ട്, വീഡിയോസ് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം UDFൻ്റെ വിജയാഹ്ലാദ പ്രകടനത്തിൽ ഒരു ആടിൻ്റെ തലവെട്ടി ആ തല ഒരു കമ്പിൽ കോർത്ത് കറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് വലിയ രീതിയിൽ തന്നെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അത് കേരളത്തിന് തന്നെ ഒരു നാണക്കേടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ലീഗിനെ ഒരു കാലത്ത് ഞങ്ങളൊക്കെ മൂരി ലീഗ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അതിനകത്ത് മൂലികളുടെ എണ്ണം കൂടുതലായിരുന്നു അന്ന്. പക്ഷേ ലീഗ് പിന്നീട് പ്യൂരിഫൈ ചെയ്യപ്പെടുകയും ലീഗിനകത്ത് MSFലൂടെയും പിന്നെ യൂത്ത് ലീഗിലൂടെയൊക്കെ നല്ല കഴിവുള്ള ചെറുപ്പക്കാർ കടന്നു വരികയും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ വളരെ മാതൃകാപരമായിട്ട് അതിനെ നയിച്ചുകൊണ്ട് പോവുകയോ ഒക്കെ ചെയ്തപ്പം ആ മൂരി ലീഗ് എന്നുള്ള ചീത്തപ്പേര് കുറേയൊക്കെ മാറിക്കൊണ്ടിരുന്നതാണ്. കാരണം ഇപ്പം ഫാത്തിമ തൈലെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ അവർ നിയമസഭയിലേക്ക് എത്തിച്ചു. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുകയാണ്. പിന്നെ അതും പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനെ പോലെയുള്ള ഒരാളെ പരാജയപ്പെടുത്തിക്കൊണ്ട്. നജ്മ തബ്ഷീറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരിക്കുന്നു. ആയിഷ ബാനു ഉണ്ട്. അങ്ങനെ ഒരു വലിയ നിര അതിനകത്ത് യുവതികളടക്കം കടന്നു വരുന്ന കാലഘട്ടത്തിൽ വീണ്ടും മുസ്ലിം ലീഗിനകത്തെ ചില മൂരികൾ, എല്ലാവരും ലീഗുകാരും മൂരികളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ കുറേ മൂരികൾ ഇപ്പോഴും ഇതിനകത്തുണ്ട്. ഈ കല്ലായി കാക്കയൊക്കെ പോലെയുള്ള വിവരം കെട്ടവന്മാരൊക്കെ ഇപ്പോൾ ഇതിനകത്തുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വൃത്തികൾ വിളിച്ചു പറയുന്നവർ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇത് പോകുമ്പോൾ ഇതിൻ്റെ അപകടം എന്താണെന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല. അതായത് ഈ വളരെ കൗതുകരമായിട്ട് നമ്മൾ കാണേണ്ടുന്ന വയനാട്ടിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ്റെ സമയത്ത് ലീഗിൻ്റെ കൊടിയുണ്ടായിരുന്നത് ഉത്തരേന്ത്യയിൽ പാകിസ്ഥാന്റെ കൊടിയാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച്. കാരണം അവിടെ ഉള്ളവർക്ക് ലീഗ് അറിയത്തില്ല. ഈ കേരളത്തിൽ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജില്ലയിലും പോയാൽ ലീഗിൻ്റെ കൊടി അറിയത്തൊന്നുമില്ല. പാകിസ്ഥാൻ്റെ കൊടി ഏതാ ലീഗിൻ്റെ കൊടി ഏതാണെന്നറിയില്ല. മലപ്പുറത്തും കോഴിക്കോടും മലബാറിലും ഒക്കെ അറിയുന്നുള്ളതല്ലാതെ കേരളം വിട്ട് കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ DMKയുടെ കൂടെ മുന്നണിയായിട്ട് മത്സരിക്കുമ്പോൾ അവിടെ ലീഗിൻ്റെ കൂടി വലിയ പരിചയമൊന്നുമില്ല ആളുകൾക്ക്. കൂട്ടിക്കെട്ടി അവിടെ നിൽക്കുന്നൊരു പച്ചക്കൊടി കാണുന്നു, ഇത്രയേ ഉള്ളൂ എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇത് ഈ തമിഴ്നാടും കൂടെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ലീഗിൻ്റെ കൊടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അറിയത്തില്ല ആളുകൾ. ബീഹാറിക്കോ ഉത്തർപ്രദേശുകാരനോ രാജസ്ഥാനിക്കോ പഞ്ചാബിക്കോ അവർക്കെന്ത് ലീഗ്, അവർക്കെന്തും മുസ്ലിം ലീഗ്. അവർക്കറിയാവുന്ന പാകിസ്ഥാനിലെ മുസ്ലിം ലീഗിനെ അറിയാം. അപ്പോൾ ആ രീതിയിലേക്ക് വരുമ്പം ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള എളുപ്പം സാധ്യത വളരെ കൂടുതലാണ് എന്ന തിരിച്ചറിവും വിവേകവും പക്വതയും കാണിക്കേണ്ടത് ലീഗ് നേതൃത്വമായിരുന്നു. ഈ മാതിരി തോന്നിയാസം കാണിക്കാൻ പാടില്ല. ആടിൻ്റെ തല വെട്ടിയിട്ട് ആ ചോര ഒലിക്കുന്ന തലയും പിടിച്ചിട്ട് അതിൻ്റെ കൂടെ ലീഗിലെ പച്ചക്കൊടി ഇത് അവിടെ പ്രചരിപ്പിക്കുന്നത് കേരളത്തിൽ പാകിസ്ഥാൻ അനുഭാവികൾ എന്നുള്ള രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ പ്രചരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ല. ഈ വിവരക്കേട് ഇന്നും തന്നെ തുടങ്ങിയല്ലോ. ഒരിക്കൽ ചന്ദ്രിക പത്രത്തിനകത്ത് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം നടക്കുകയാണ് മലപ്പുറത്ത് വെച്ചിട്ട്. അപ്പം മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം നടക്കുന്ന അന്ന് ചന്ദ്രിക പത്രത്തിലെ തലക്കെട്ടാണ് പോത്തുകൾ എത്തി തുടങ്ങി ലീഗ് സമ്മേളനത്തിന് തുടക്കം. സാധാരണ പ്രതിനിധികൾ എത്തി തുടങ്ങി, നേതാക്കന്മാർ എത്തി തുടങ്ങി, പ്രവർത്തകർ എത്തി തുടങ്ങി സമ്മേളനത്തിന് തുടക്കം എന്നാണ് പറയുക. ഇവരുദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ടുള്ള പോത്തിനെയും കൂടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ ചന്ദ്രികാപത്രത്തിലെ തലക്കെട്ടാണ് പോത്തുകൾ എത്തി തുടങ്ങി ലീഗ് സമ്മേളനത്തിന് തുടക്കം. പിന്നെ ഇവന്മാരെ മൂലികളെന്നല്ലാതെ എന്താ വിളിക്കുക? സിബിക്കറിയാലോ, എൻ്റെ ഏറ്റവും കൂടുതൽ അടുത്ത ആത്മബന്ധങ്ങളിൽ കൂടുതലെന്ന് പറഞ്ഞാൽ ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരും മറ്റൊന്ന് മുസ്ലിം ലീഗുകാരും. പ്രത്യേകിച്ച് മലപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. അവിടെ കോൺഗ്രസ് വളരെ കുറവാണ്. BJPയും അധികമൊന്നുമില്ല. അതൊക്കെ ഇവിടെ ഈ എറണാകുളത്ത് വന്നിട്ട് അങ്ങനത്തെ ബന്ധങ്ങളൊക്കെ വിപുലീകരിക്കപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആത്മബന്ധങ്ങൾ, എൻ്റെ സൗഹൃദങ്ങൾ, എൻ്റെ അയൽക്കാർ, ഞാനെന്നും ഇടപെടുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMകാരും ലീഗുകാരുമാണ്. ഞാൻ എന്തുകൊണ്ടാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായ സമയത്ത് പോലും ഞാൻ എൻ്റേതായ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ ഞാൻ കൊടുത്തത് മുസ്ലിം ലീഗിൻ്റെ ആപ്പിനകത്ത്. അവർക്കാണ് ആ ഫണ്ട് ഞാൻ കൊടുത്തത്. ഞാൻ ഞാനൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അത് കണ്ടിട്ടാണ് സംവിധായകനും നടനുമായിട്ടുള്ള ജോയ് മാത്യു എന്നെ വിളിക്കുന്നത്. ജോയ് മാത്യു എന്നോട് പറഞ്ഞാൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നു. ജോയ് മാത്യു കൊടുക്കുന്നു. ജോയ് മാത്യു കൊടുത്തപ്പോൾ അത് വാർത്തയായി മാറി. അപ്പോഴാണ് ഷാജസ്കറിയെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിനകത്തൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്താൽ എത്തേണ്ടടുത്ത് എത്തും എന്ന ബോധ്യമുള്ളതുകൊണ്ട്, മുസ്ലിം ലീഗിനകത്തൊരു വിശ്വാസമുള്ളതുകൊണ്ട് ശിഹാബ്ദങ്ങൾ റിലീഫ് ഫണ്ട് അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനെല്ലാം നമ്മൾ അംഗീകരിക്കുന്നതാണ്. പക്ഷേ ഇവന്മാർ കൊണ്ടുവന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ വിവരമില്ലാത്ത കുറച്ചെണ്ണം ഇതിനകത്തുണ്ട്. അവന്മാരെ നിലയ്ക്ക് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് ബാധ്യതയാണ്, UDF ബാധ്യതയാണ്, കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിന് പിന്നെ അത് വലിയ തടസ്സമായിട്ട് മാറും. ജെയിംസ് എന്ന് പറയുന്ന ഒരു അധ്യാപകനെ മതമില്ലാത്ത ജീവൻ എന്ന പുസ്തകത്തിൻ്റെ പിന്നെ പേരിലെ സമരം നടക്കുമ്പോൾ MAB വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പം ആ പുസ്തകം പുസ്തകം ഇവർക്ക് അക്ഷരത്തോട് അലർജിയുള്ള കുറേ എണ്ണം ഉണ്ട് അതിനകത്ത്. പാഠപുസ്തകം ഇരുന്ന് കത്തിച്ചു മലപ്പുറത്ത്. അതുകൊണ്ട് ഈ അധ്യാപകനെ ചവിട്ടിക്കൊന്നു. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ ഉച്ചാരണ ശുദ്ധിയോടെ അക്ഷരസ്ഫുടതയോടെ ക്ഷ സ ഹ ഴ തുടങ്ങിയ അക്ഷരങ്ങൾ ഉച്ചരിക്കാനാവാത്തതിൻ്റെ അപ്പുറത്ത് പ്രസ്തുത അക്ഷരങ്ങൾ മലയാള ഭാഷയ്ക്കകത്ത് ഒഴിവാക്കണമെന്ന് പറയാൻ വരെ മടിക്കാത്തവരാണ് ഇവർ. കോഴിക്കോട് മഴ പെയ്തു വൈ എല്ലാം കൊയ എന്ന് പറയുന്ന ഉള്ള ടംഗ്ലീകൾ എന്ന് പറയുന്ന സാധാരണ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കുറേ എണ്ണം അതിനകത്തോണ്ട് വിവരം കെട്ടവന്മാർ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പോക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഇവർ വിളിച്ച മുദ്രാവാക്യമുണ്ട്. ശരീഅത്ത് നിയമത്തിൻ്റെ പിന്നെ ആദ്യഘട്ട സമരം നടന്ന കാലഘട്ടത്തിലുള്ള പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. അന്ന് പിന്നെ ഷാബാനു കേസിലെ ആ വിധി വന്ന സമയത്ത് ആ വിധിയുടെ മെറിറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി രാജീവ് ഗാന്ധി കൊണ്ടുവന്ന, രാജീവ് ഗാന്ധി ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണത്. ആ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരു ബില്ല് കൊണ്ടുവന്നു. അന്ന് ആ ബില്ലിൽ പ്രതിഷേധിച്ചാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെക്കുന്നത്. അന്ന് കേരളത്തിലെ തഴയക്കുന്നിൽ ബഷീറും ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ രാജീവ് ഗാന്ധിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. അന്ന് പിന്നെ ഇവർ പിന്നെ പ്രകടനം നടത്തി. അന്നൊക്കെ നാദാപുരം കലാപത്തിൻ്റെ ആദ്യത്തെ കലാപമൊക്കെ തുടങ്ങുന്നത്. അന്ന് ഇവർ പ്രകടനം നടത്തിയത്, മുദ്രാവാക്യം വിളിച്ചത് 8ഉം കിട്ടും 10ഉം കിട്ടും, EMSൻ്റെ മോളയും കിട്ടും, നായനാരുടെ ഓളയും കിട്ടും. ആലോചിക്കേ, ഇപ്പോൾ 8ഉം 10ഉം കെട്ടാൻ പോയിട്ട് പെണ്ണ് കിട്ടാതിരിക്കുക എല്ലാ മതത്തിലും. അതാ ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും പെണ്ണ് കിട്ടാതിരിക്കുക. അതിൻ്റെ അവസ്ഥയ്ക്ക് എത്തി. അപ്പം മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 100 അല്ലെങ്കിൽ 10 പവൻ പിന്നെ സ്വർണം പിന്നെ 10 ലക്ഷം രൂപ ഇങ്ങനെയൊക്കെയായിരുന്നു കണക്കുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് മാറ് കൊടുത്തിട്ട് കല്യാണം കഴിക്കാന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഈ KT ജലീലിനെ കുറിച്ച് ആട് ജലീൽ എന്ന പേര് ഒരു മനുഷ്യനെ അങ്ങനെ പേരിട്ട് വിളിക്കാൻ പാടുണ്ടോ? ചിലരെ നമ്മൾ കോടിയെന്ന് വിളിക്കാറുണ്ട്. അത് കോടിത്തരം കയ്യിലുള്ളവനെ വിളിക്കാറുള്ളത്. വേണ്ട, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പ്രകടനം നടത്തിയപ്പോൾ കോഴിയെ കൈ പിടിച്ചുകൊണ്ട് പ്രകടനം നടത്തി. കോഴിയെ വെട്ടിയിട്ടാരും പ്രകടനം നടത്തി. അവിടെയാണ് കോഴിയെ കൈ പിടിച്ചുകൊണ്ട് പ്രതീകാത്മകമായിട്ട് അവിടെ DYFIക്കാരും യുവമോർച്ചക്കാരും പ്രകടനം നടത്തി. പക്ഷേ പിന്നെ കോഴി ഊന്ന ഒച്ചയുണ്ടാക്കി. പക്ഷേ കോഴിയെ ഇങ്ങനെ പിന്നെ തല വെട്ടിയിട്ട് അതിൻ്റെ ചോര ഒലിപ്പിച്ച് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്നവരിൽ അത്ര. നമ്മളെ വീട്ടിലൊക്കെ പണ്ട്, ഇപ്പോഴാണ് നമ്മൾ ബ്രോയിലർ കോഴി മേടിക്കുന്നത്. പണ്ട് നമ്മളെ വീട്ടിലൊക്കെ കോഴിയാണെങ്കിൽ കോഴിയെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോൾ അറക്കുമ്പം നമ്മൾ കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മളെ ആ ഭാഗത്തോട്ട് അടുപ്പിക്കത്തില്ല. പപ്പയോ അമ്മയോ ബാക്കിയുള്ളവരാണെങ്കിൽ അവരാരെങ്കിലും കൊല്ലുക എന്നല്ലാതെ നമ്മൾ അതിൻ്റെ ജീവൻ പോകുന്നത് നമ്മൾ കാണണ്ടെന്ന് എഴുതിയിട്ട്. അപ്പോൾ കാരണം ചോരയോടുള്ള ഒരു അറപ്പ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയും നമ്മളെ ഒരു ക്രൂര മനസ്ഥിതിയിലേക്ക് എത്തിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദ്ദേശമാണ് ഇതിനകത്തുണ്ടാവേണ്ടത്. അവിടെയാണ് ഇവന്മാർ തെരുവിൽ, അതും ഈ സോഷ്യൽ മീഡിയയുടെ കാലത്തിരുന്നിട്ട് തെരുവിലിരുന്നിട്ട് ആളുകളാണ് ഇത് കാണുന്നത്. ആടിനെ വെട്ടിയിട്ട് അതിൻ്റെ തലയും മുക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന വിവരം കെട്ടവന്മാർ. ഈ ആട്ടിൻ സൂപ്പ് നല്ലതാണെന്നാണ് പറയുന്നത്. ആടിൻ്റെ ആ തലയുടെ ഉണ്ടായിട്ട് ബ്രെയിന് അതെടുത്തിട്ട് അത് ഇവൻ്റെയൊക്കെ അണ്ണാക്കിലോട്ട് വെച്ച് കൊടുത്താൽ കുറച്ചെങ്കിലും വിവരം വെക്കുന്നുള്ള അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ സുളാപ്പികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് കുറേ. ഈ മുസ്ലിം ലീഗിനകത്ത് സുളാപ്പികൾ അവരുടെ PFIക്കാരെല്ലാം പിടിച്ച് പിന്നെ ഇന്ത്യ ഭരിക്കാൻ തീഹാർ കൊണ്ടയാക്കിയപ്പം അവർ കുറേ പേര് ഇതിനകത്ത് കയറി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം സമാനമായ സംഭവം നമുക്കറിയാം. ബീഫ് പിന്നെ ഫെസ്റ്റിവൽ എല്ലാം നടക്കുന്ന സമയത്ത് പിന്നെ പശുമാംസ നിരോധനത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ നടക്കുമ്പോൾ കണ്ണൂരിലെ നമ്മുടെ റിജിലിന് അന്നേരം അബദ്ധം പറ്റി. പക്ഷേ റിജിൽ പിന്നീട് അത് ആവർത്തിച്ചിട്ടില്ല. റിജിൽ ഇപ്പം പിന്നെ കോർപ്പറേഷൻ കൗൺസിലറാണ്. സെക്കൻഡ് ടൈമിൽ ഡെപ്യൂട്ടി മേയറായിട്ട് വരികയും ചെയ്യും. ആദ്യഘട്ടത്തിലായി നിന്ന് മത്സരിച്ച് വിജയിച്ചു. പക്ഷേ അത് റിജിലിനുണ്ടാക്കിയൊരു ഡാമേജ് എന്തായിരുന്നു? റിജിലിന് ഭയങ്കരമായിട്ടൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ റിജിലിനെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ റിജിൽ പിന്നീട് അത് ആവർത്തിച്ചിട്ടില്ല. ഞാൻ തന്നെ റിജിലിനോട് പറഞ്ഞിട്ടുണ്ട്, അബദ്ധം കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം റിജിൽ നടുറോഡിലിട്ട് പശുക്കുട്ടിയെ വെട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അതൊക്കെ എന്ന് വെച്ചാൽ നിയമസഭാ സീറ്റിലേക്കൊക്കെ മത്സരിക്കുമ്പോഴായിരിക്കും അത് വലിയ വിവാദമായിട്ട് വരും. അപ്പോൾ ഈ പഴയ വിഷയങ്ങളെല്ലാം അടുത്ത് വരും. അപ്പം ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. പിന്നെ KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 3 വർഷമായിട്ടുള്ള എൻ്റെ സൗഹൃദത്തിനകത്ത് എനിക്കിന്നും വരെ മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ല. അദ്ദേഹം AP അഹമ്മദ് മാഷയുടെ നമ്പർ വാങ്ങിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. സിറിയക് തോമസിനെതിരെ, ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ സ്റ്റോർ ചെയ്തപ്പോഴാണ്. ഇപ്പോഴും ആ ബന്ധത്തിന് ആരോഗ്യകരമായിട്ട് പോകുന്നുണ്ട്. പറയുമ്പം എൻ്റെ ഏറ്റവും അടുത്ത ബന്ധു എൻ്റെ നെഫ്യൂ ആണ് പിന്നെ KT ജലീലിനെതിരെ അവിടെ മത്സരിച്ചത്. ഞാൻ ജയിക്കണമെന്നാണ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതെന്നുള്ളൂ. പുള്ളിക്കറിയാം, ഒക്കെ അറിയാം. ആ ഇലക്ഷന് ശേഷവും പുള്ളിക്കൊരു വൈരാഗ്യ ബുദ്ധി ഇല്ലാത്ത ആളാണ്. അയാളൊരു മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. പാർട്ടി ഏതോ ആവട്ടെ, ഏത് പാർട്ടിക്കകത്താണെങ്കിലും പിന്നെ കല്ലെറിയേണ്ടവനെ കല്ലെറിയണം, അതിനകത്ത് സംശയമൊന്നുമില്ല. ഒരു നികഷ്ടജീവിയായിട്ടുള്ള മനുഷ്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പിന്നെ സാമൂഹ്യ വിരുദ്ധനായ ഒരാളുണ്ടെങ്കിൽ, ഒരു പിന്നെ സീരിയൽ റെപ്പിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തണം. അല്ലാതെ രാഷ്ട്രീയം കൃത്യമായി പറയുന്ന ആളുകളെ ഈ രീതിയിൽ അപമാനിക്കുക. ആട് ജലീൽ നാളെ പിന്നെ പാണക്കാട് തങ്ങളെ വേറെ ആരെങ്കിലും എന്തെങ്കിലും വന്നിട്ട് പിന്നെ വല്ല കോഴിയെന്നോ പട്ടിയെന്നോ പൂച്ചാന്നോ വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പറ്റുമോ? അല്ലെങ്കിൽ പിണറായി വിജയനെ വിളിച്ചു കഴിഞ്ഞാൽ CPM-മാർക്ക് പറ്റുമോ?
പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ നരേന്ദ്രമോദിയെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ BJP-കാർക്ക് പോയി അടിപൊളിക്കും. അപ്പോൾ ഇത് അങ്ങനെ പിന്നെ വിളിക്കുന്ന രീതിയിലേക്ക് ആട് ജലീൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആടിൻ്റെ തലയും വെട്ടിയിട്ട് ഇവർ റോട്ടിൽ നിന്ന് നടത്തിയിട്ടുള്ള ഒരു പിന്നെ തോന്നിവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ മോശമാണ്. RSS എന്താണോ ആഗ്രഹിക്കുന്നത് അത് ലീഗിൻ്റെ ഈ വിവരം കെട്ടാണികൾ നടപ്പിലാക്കി കൊടുക്കുക. കാരണം ഉത്തരേന്ത്യയിൽ മുഴുവൻ ഈ സാധനം ഓടിക്കൊണ്ടിരിക്കുക, ഉത്തരേന്ത്യയിൽ മുഴുവൻ. അതിന് മുമ്പ് ഗേ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പാർലമെൻറ്റിലെ അഭ്യാസം ഇരുന്നിട്ട് മൊത്തം അവർ പ്രചരിപ്പിച്ചു. അതോടൊപ്പം തന്നെ പിന്നെ പോൺ കോൺഗ്രസ് എന്നും ഗേ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പുറമെ ലീഗിൻ്റെ ഈ പച്ചക്കൊടിയും വെച്ചിട്ട് ആടിൻ്റെ ചോര ഇറ്റിറ്റ് വീഴുന്ന തല ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആട്ടിറച്ചി കഴിക്കും. നമ്മൾ പിന്നെ പല ജീവികളെയും കൊന്നിട്ടുണ്ട്, തിന്നിട്ടുമുണ്ട്. ഞാൻ തിന്നാത്ത സാധനങ്ങൾ വളരെ കുറവാണ്. ഞാൻ ആകെ എനിക്ക് അറപ്പായതുകൊണ്ട് പട്ടിയും പൂച്ചയും പിന്നെ കുരങ്ങിനെയും പിന്നെ പെരുമാമിനെയും തോന്നിയിട്ടില്ല. നല്ല ടേസ്റ്റുള്ള സാധനം തൊട്ട് അത്യാവശ്യം എല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിക്കാത്ത ഇറച്ചികളൊന്നുമില്ല. പക്ഷെ അത് പിന്നെ കരുതിയിട്ട് ഈ ഇമ്മാതിരി അഭ്യാസം നമുക്കിപ്പോൾ ഈ ഇറച്ചിക്കടയുടെ മുമ്പിൽ ഈ പോത്തിൻ്റെ തല വെട്ടി വെക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് കാണും വൈകുന്നേരം വെക്കുന്നത് ഇറച്ചി പോയി മേടിക്കുന്നത്. ഞാൻ അങ്ങനത്തെ കടകൾ ഇപ്പോൾ പോയി മേടിക്കാറുമില്ല. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പറഞ്ഞാൽ ഈ തലയൊന്നും കാണണ്ട, നമ്മൾ വീട്ടിൽ ഇറച്ചി മേടിച്ച് പോരുന്നു എന്നുള്ളതാണ്. അത് എന്ത് ജീവിയാണെങ്കിലും ഒരു മീനിനെ നമ്മൾ കരക്കിട്ടിട്ട് നമ്മൾ പിന്നെ ചൂണ്ടയിട്ട് പിടിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് അതിനെ കൊല്ലും, അല്ലെങ്കിൽ നമ്മളതിനെ വെള്ളത്തിലിടും, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ശരിയാക്കും. നമ്മളത് കിടന്ന് ഇങ്ങനെ പെടയ്ക്കുന്നത് കണ്ടുകൊണ്ട് ആസ്വദിച്ചിരിക്കുമോ? അപ്പോഴാണ് ഇവന്മാർ ഈ ചോര ഒലിക്കുന്ന ഇത് ഈ തലയും പിടിച്ച് നടക്കുന്നവൻ്റെയൊക്കെ മനസ്സിൻ്റെ ഒരു പിന്നെ വൈകൃതാവസ്ഥ എന്താണെന്നുള്ളതും അവൻ്റെ മനുഷ്യത്വമില്ലായ്മ എന്താണെന്നുള്ളതും ആ ചോരയിട്ട് പിന്നെ കാണുമ്പം ബലി കൊടുക്കുന്നതിന് തുല്യമായിട്ടല്ലേ. ഓക്കെ, ഇസ്ലാം മത വിശ്വാസപ്രകാരം ആടിൻ്റെ ബലി കൊടുക്കുന്നുണ്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒട്ടകത്തെയും ആടിനെയും ഒക്കെ പിന്നെ ഗൾഫിലാകുമ്പോൾ നമുക്കറിയാം മജ്ബൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫുൾ സൈസിൽ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. ഇത് കഴിക്കുന്നതിനകത്തോ ബാക്കിയുള്ളതിനകത്തോ ഒന്നുമല്ല നമ്മൾ പിന്നെ എതിർക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ പോത്തുകൾ എത്തി തുടങ്ങിയെന്നല്ല, കഴുതകൾ എത്തി തുടങ്ങിയെന്നാണ് പറയണ്ടേ. പോത്തിന് പിന്നെ കുറച്ചുകൂടെ ബുദ്ധിയുണ്ട്, കഴുതകൾ എത്തി തുടങ്ങിയെന്നാണ് പറയണ്ടേ. പണ്ട് എയർപോർട്ടിൽ പിന്നെ റെജിന കേസ് ഉണ്ടാകുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പിന്നെ ജിദ്ദേന്ന് പിന്നെ വരുമ്പോൾ ഉംറ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം എയർപോർട്ടിൻ്റെ മേളിൽ പച്ചക്കറി കിട്ടിയവരവർ വിവരദോഷികൾ. എയർപോർട്ടിൻ്റെ മേളിൽ കാര്യങ്ങളും പച്ചക്കറി കിട്ടുമോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഇവരെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് ഞാൻ ഈ വയനാട് മുണ്ടക്കൈ ദുരന്തമുണ്ടാകുമ്പോൾ പോലും ഞാൻ എൻ്റെ കോൺട്രിബ്യൂഷൻ വലിയ എനിക്ക് ഇവരെ പോലെ ലക്ഷങ്ങൾ കൊടുക്കാനും കഴിയുന്നില്ല. പക്ഷേ എന്നാൽ തന്നെ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ കൊടുത്തത് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലേക്കാണ്. അത് കൊടുത്തതിൽ എനിക്ക് പോലും ഖേദം തോന്നിപ്പോവുക. ഇങ്ങനെ ഈ ആടിനെയും വെച്ചിട്ട് നിൽക്കുമ്പോൾ എനിക്ക് അറിയാലോ ജോയിയുമായിട്ടുള്ള എൻ്റെ ബന്ധം അറിയാലോ, ജോയിയോടുള്ള സ്നേഹം എന്താണെന്നുള്ളത് എനിക്കറിയാലോ. ജോയി MLA കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണല്ലോ. അവൻ്റെ വളർച്ചയിൽ ഓരോ ഘട്ടങ്ങളെയും ഞാൻ അങ്ങനെ തന്നെ നോക്കിക്കണ്ടിട്ടുള്ളതാണല്ലോ. പക്ഷേ അത് എഴുതിയിട്ട് എനിക്ക് കെട്ടി ജലീലിനോട് എതിർപ്പില്ല, എനിക്ക് അദ്ദേഹത്തോട് ആദരവുണ്ട്, എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. ഇങ്ങനെ പരസ്പര ബഹുമാനത്തിലൂടെ വേണം ആളുകൾ പോകാൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അബിൻ വർക്കിയും വീണ ജോർജും തമ്മിൽ വളരെ സർഗാത്മകമായ സംവാദം നടന്നു. ലിജുവും പ്രതിഭയും അവർ തമ്മിൽ നേരിട്ട് ക്ലാഷ് ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടത്തിൽ അല്ലാതെ കൈ കൊടുക്കുമ്പോൾ ഞാൻ നിനക്ക് കൈ തരത്തില്ലെന്ന് പറഞ്ഞ് പോകുന്ന ആ സ്വഭാവം കാണിക്കുന്ന ആൾക്കാരെണ്ണമൊക്കെ വളരെ കുറവായി. ഇപ്പം മാന്യമായി രാഷ്ട്രീയം, ആരോഗ്യകരമായി സർഗാത്മകമായി രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുകയും തെരഞ്ഞെടുപ്പ് പിന്നെ മത്സരം ആരോഗ്യകരമായിട്ട് നടത്തുകയും തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനം അതിനകത്ത് അതൊരു വൈകൃതത്തിൻ്റെ തലയിലേക്ക് കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്തായിരുന്നാലും ഇത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ്സിന് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. കാരണം കോൺഗ്രസിൻ്റെ സഖ്യകക്ഷി എന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് ലീഗ് അവർക്ക് എന്ത് ലീഗാണ്? അവർക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗൊന്നും അറിയില്ല. മുസ്ലിം ലീഗും കോൺഗ്രസും എന്നിട്ട് ആടിനെ വെട്ടിയിട്ട് റോട്ടിൽ കൂടെ അഭ്യാസം നടത്തി കാണുന്നു എന്നുള്ളത് പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഡാമേജ് ഇത് പിന്നെ 1-2 ദിവസത്തേക്കല്ല, ഇതൊക്കെ ആർക്കൈവ്സിലിരിക്കും. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അവർ UP-ലും ഗുജറാത്തിലും പല സംസ്ഥാനങ്ങളും ഉപയോഗിക്കും. അത് ഉപയോഗിക്കുന്നതിൻ്റെ അപകടം എന്താണെന്നുള്ളത് തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗ് ചെയ്യേണ്ടത് മുസ്ലിം ലീഗിൻ്റെ അണികളെ നിലയ്ക്ക് നിർത്തുകയാണ് വേണ്ടത്. കോൺഗ്രസും അത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. വിജയത്തിൽ സ്വയം മതിമറന്ന് ആഹ്ലാദിച്ച് അഹങ്കരിച്ച് പോകുമ്പോൾ കിട്ടാനുള്ള ഒരു വോട്ട്, നാളെ ഒരിക്കൽ കിട്ടാനുള്ള ഒരു വോട്ട്, അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള മതേതര ബോധമുള്ള മനുഷ്യർ അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന തോന്നൽ പോലും ഉണ്ടാവാൻ ഇടയാവുമെന്ന് എനിക്ക് പറയാനുള്ളത്.